ഹായ് ഫ്രണ്ട്സ്, ബീൻസിൻ്റെ തോര ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇനി മുതൽ കുറച്ച് തോരനാണ് കേട്ടോ. അതിന് ബീൻസ് ചോപ്പ് ചെയ്തത് 1 കപ്പ്, 2 ടേബിൾ സ്പൂണ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 2 നാടൻ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1 വലിയ അള്ളി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പുപൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം, ഇത് മിക്സ് ചെയ്യരുത്. ഇങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. ആ പച്ചമുളകൊക്കെ നന്നായിട്ട് ഞരണ്ടി എടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് ഇത് പൊട്ടി വരട്ടെ. ഇത് നന്നായിട്ട് കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള കൂട്ട്, ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒട്ടും നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം, അധിക നേരം അടച്ച് വെക്കാനും പാടില്ല. ഇങ്ങനെ 2ഓ 3ഓ പ്രാവശ്യം ഒന്ന് അടച്ച് തുറക്കുമ്പോഴേക്ക് നമ്മളെ ബീൻസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇപ്പം ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് നിങ്ങൾക്ക് 1 സ്പൂൺ വരെ ആക്കാം കേട്ടോ. ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇനി നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് സെർവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ ഞാനൊരു വാഴയിലയിലേക്കാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ് വാഴയിലയിൽ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്